വിപ്ലവത്തിൻ്റെ പാത ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വന്നിട്ട് വർഷങ്ങളായി. അപ്പോൾ ഒരു വിപ്ലവ പാർട്ടിക്ക് അച്ചടക്കവും ഉൾപാർട്ടി ജനാധിപത്യവും എല്ലാം പരമപ്രധാനമാണ്. പക്ഷേ വിപ്ലവത്തിൻ്റെ പാത ഉപേക്ഷിച്ച് ജനാധിപത്യ പാർട്ടിയിലേക്കുള്ള കൂടുമാറ്റം നടത്തിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നക്സലൈറ്റുകളും എല്ലാം തന്നെ ഇന്നും സംഘടനാപരമായ അച്ചടക്കം ഉയർത്തിപ്പിടിക്കാറുണ്ട്. ഈ അച്ചടക്കത്തിൻ്റെ വാളുപയോഗിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും അവർ ഉന്മൂലനം ചെയ്ത നേതാക്കളുടെ പേര് പരിശോധിച്ചാൽ അത് രസകരമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ CPM-ൻ്റെ തന്നെ പുറത്താക്കപ്പെട്ട, അച്ചടക്കത്തിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്ന നേതാക്കളുടെ കാര്യം ഒന്ന് പരിശോധിക്കാം. ത്രിപുരയിൽ അധികാരം കിട്ടിയപ്പോൾ ആദ്യമായി മുഖ്യമന്ത്രിയായ നൃപൻ ചക്രവർത്തി 2 ടേം മുഖ്യമന്ത്രിയായിട്ട് 2-3 ടേം മുഖ്യമന്ത്രി ആയ ശേഷം അവസാനം പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സൂട്ട് കേസിൽ സ്വന്തം വസ്ത്രങ്ങൾ എടുത്തതല്ലാതെ അദ്ദേഹത്തിന് സ്ഥാവര ജംഗമ സ്വത്തുക്കളോ കയറി കിടക്കാൻ ഒരു വീടോ ഉണ്ടായിരുന്നില്ല. ആ നൃപൻ ചക്രവർത്തിയെ അച്ചടക്കത്തിൻ്റെ പേരിലാണ് ഈ പാർട്ടി പുറത്താക്കിയത്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പുറത്താക്കൽ KR ഗൗരിയമ്മയുടേതാണ്. KR ഗൗരിയമ്മ ഇതുപോലെ ത്യാഗം സഹിച്ച, കേരളത്തിലെ സ്ത്രീകൾക്ക് ഇതേപോലെ പ്രതീക്ഷ നൽകിയ മറ്റൊരു നേതാവ്, വനിതാ നേതാവ് ഇന്ത്യയിൽ തന്നെയില്ല. താൻ പ്രസവിച്ചിരുന്നെങ്കിൽ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഗൗരിയമ്മ ബ്രിട്ടീഷ് പോലീസിൻ്റെ ലോക്കപ്പുകളിൽ സഹിച്ച പീഡനങ്ങളുടെ ആഴമാണ് ആ വാക്കുകളിൽ. ആ ഗൗരിയമ്മയും പുറത്താക്കി. അതും അച്ചടക്കത്തിൻ്റെ പേരിലായിരുന്നു. നിലവിലുണ്ടായിരുന്ന നേതാക്കളോട് ചോദ്യം ചോദിക്കുകയും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ ആ നേതാക്കളെ പടിയടച്ച് പുറത്താക്കുക എന്നതായിരുന്നു നയം. പിന്നീട് പുറത്താക്കപ്പെട്ട ഒരു പ്രമുഖനായ നേതാവ് MV രാഘവനാണ്. കേരളത്തിൽ ഗൗരിയമ്മയെ പോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഈ പാർട്ടിയെ, CPM-നെ ശക്തിപ്പെടുത്തിയ, ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു MVR. കണ്ണൂരിൽ പാർട്ടിയെ ഇത്രയും ശക്തിപ്പെടുത്തിയ മറ്റൊരു നേതാവ് ഇന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടാണ് പിണറായി വിജയനും EP ജയരാജനും MV ജയരാജനും P ജയരാജനും എല്ലാം വളർന്നു വന്നത്. PK ശ്രീമതിയും ശൈലജ ടീച്ചറും എല്ലാം തന്നെ MVR-ൻ്റെ ശിഷ്യന്മാരാണ്. MVR-ൻ്റെ ശിഷ്യന്മാരല്ലാത്ത ഒരു തലമുറ പുതിയ തലമുറ മാത്രമാണ്. അങ്ങനെ ഗൗരിയമ്മയെ പുറത്താക്കി, MVR-നെ പുറത്താക്കി. ഇതെല്ലാം അച്ചടക്കത്തിൻ്റെ പേരിലായിരുന്നു. അതുപോലെ പുറത്താക്കപ്പെട്ട മറ്റൊരാളാണ് ഒന്നാം UPA സർക്കാരിൻ്റെ സ്പീക്കറായിരുന്ന, ആദ്യമായി കമ്മ്യൂണിസ്റ്റ് സ്പീക്കറായിരുന്ന, നമ്മുടെ ഇടതുപക്ഷത്തിന് അഭിമാനിക്കാവുന്ന സ്പീക്കറായിരുന്ന സോമനാഥ് ചാറ്റർജി. സോമനാഥ് ചാറ്റർജിയും അച്ചടക്കത്തിൻ്റെ പേരിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ചാറ്റർജി പുറത്താക്കപ്പെട്ടു. മറ്റൊരാൾ ബംഗാളിലെ അശോക് മിത്രയാണ്, ഡോക്ടർ അശോക് മിത്ര. യഥാർത്ഥ സൈദ്ധാന്തികനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും ബംഗാളിലെ ഫൈനാൻസ് മിനിസ്റ്ററുമായിരുന്ന അശോക് മിത്രയും അച്ചടക്കത്തിൻ്റെ പേരിലാണ് പുറത്താക്കിയത്. അങ്ങനെ അച്ചടക്കം എന്ന വാൾ ഉപയോഗിച്ച് CPM ഈ കാലയളവിൽ പുറത്താക്കിയ നേതാക്കളുടെ, വലുതും ചെറുതുമായ നേതാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ പിന്നീട് തെറ്റ് തിരുത്താനും പശ്ചാത്തപിക്കാനും പാർട്ടി തയ്യാറായിട്ടുണ്ട്. നൃപൻ ചക്രവർത്തി മരിക്കുന്നതിന് 1 കൊല്ലം മുമ്പ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും പാർട്ടി പതാക പുതച്ച്
തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. അതുപോലെ ഗൗരിയമ്മ മരിക്കുന്നതിന് മുമ്പ് ഗൗരിയമ്മയെ പാർട്ടിയിലേക്ക് AKG സെൻറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നു. ഗൗരിയമ്മയും പാർട്ടിയോട് അടുപ്പത്തിലായി. UDF വിട്ട് ഒറ്റയ്ക്ക് നിന്ന ഗൗരിയമ്മ അത്തരത്തിലാണ് അവസാന കാലത്ത് ഗൗരിയമ്മയോടും അവർ കുറ്റസമ്മതം നടത്തിയത്. MERഉം മരിക്കുന്നതിന് ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് MERനെ പാർട്ടി ചെന്ന് പാർട്ടി നേതാക്കൾ കാണുകയും MERനോട് പാർട്ടി പൊറുക്കുകയും ആ തെറ്റ് പാർട്ടി തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചെറിയ അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഈ വലിയ നേതാക്കളുടെ എല്ലാം തന്നെ പുറത്താക്കൽ ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയ നഷ്ടം വലിയ നഷ്ടമാണ്. ഇതിൽ പരിശോധിക്കപ്പെടേണ്ട രണ്ട് നേതാക്കളുടെ ചരിത്രം ഗൗരിയമ്മയും MV രാഘവനുമാണ്. കാരണം കേരളത്തിൽ UDF സജീവമായതുകൊണ്ട്, കോൺഗ്രസ് ശക്തമായതുകൊണ്ട് അവർക്ക് നിലനിൽക്കാൻ വേണ്ടി, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് UDFലേക്ക് പോകേണ്ടി വന്നു. ഗൗരിയമ്മ പലവട്ടം ഇടതുപക്ഷത്ത് മന്ത്രിയായതുപോലെ തന്നെ UDFലും മന്ത്രിയായി. MV രാഘവനും ഇടതുപക്ഷത്ത് മന്ത്രിയായതുപോലെ UDFലും മന്ത്രിയായി. MER മന്ത്രിയായിരിക്കെ നടന്ന ചില ചരിത്ര സംഭവങ്ങളുണ്ട്. കൂത്തുപറമ്പിൽ 5 DYFI പ്രവർത്തകർ വെടിയേറ്റ് മരിച്ച പോലീസ് വെടിവെപ്പ് CPMൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അധ്യായമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ്. കാരണം മന്ത്രിയായിരുന്ന MV രാഘവനെ വഴി നടക്കാൻ വിടില്ല എന്ന് പറഞ്ഞ് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുകയും അത് അക്രമാസക്തമാകുമെന്ന് വന്ന ഘട്ടത്തിൽ കരുണാകരൻ്റെ പോലീസ് വെടിവെക്കുകയും 5 DYFI സഖാക്കൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഈ MVR എന്തിനായിരുന്നു പാർട്ടി വിട്ടുപോയത്? ബദൽ രേഖ. മുസ്ലിം ലീഗുമായി ഐക്യപ്പെടണമെന്നും സപ്തകക്ഷി മുന്നണിയെപ്പോലെ ആദ്യമായി ലീഗുമായി ഭരണം ഷെയർ ചെയ്ത EMS സർക്കാരിൻ്റെ മാതൃകയിൽ വീണ്ടും ലീഗിനെ ഘടകകക്ഷിയാക്കണം എന്ന തരത്തിൽ ബദൽ രേഖ അവതരിപ്പിച്ചതിൻ്റെ പേരിലാണ് MVRന് പുറത്തു പോകേണ്ടി വന്നത്. പക്ഷേ ഈ ബദൽ രേഖ എഴുതിയുണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ച നേതാക്കളെല്ലാം ആ പാർട്ടിയിൽ തുടരുകയും ചെയ്തു. പുത്തലത്ത് നാരായണൻ, EK നയനാർ, T ശിവദാസ മേനോൻ, AK ബാലൻ തുടങ്ങിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ, നേതാക്കളിൽ പലരും ബദൽ രേഖയുടെ പക്ഷത്തായിരുന്നു. പക്ഷേ അവസാനം ബദൽ രേഖ അവതരിപ്പിച്ച രാഘവൻ പുറത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം പാലക്കാട്ടെ ചില നേതാക്കളും കണ്ണൂരിലെ ചില നേതാക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് LDF കൺവീനറായിരുന്ന PV കുഞ്ഞിക്കണ്ണൻ, മലമ്പുഴ മുൻ MLA ആയിരുന്ന V കൃഷ്ണദാസ്, ശ്രീകൃഷ്ണപുരം MLA ആയിരുന്ന CG പണിക്കർ, കണ്ണൻ തുടങ്ങിയ ചില പ്രധാന നേതാക്കൾ രാഘവനോടൊപ്പം പോയി. അപ്പോൾ നാം ആലോചിക്കേണ്ടത്, അന്ന് ലീഗിൻ്റെ വരവിനെ ശക്തിയുക്തം എതിർത്തത് EMSഉം BSഉം ഉൾപ്പെടെയുള്ള, നയനാരും ഒക്കെ അല്ല, EMSഉം BSഉം ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. കാരണം വർഗീയ കക്ഷികളുമായി ഒരു തരത്തിലുമുള്ള ഐക്യം പാടില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചത് BSഉം EMSഉം ആയിരുന്നു. അപ്പോൾ ആ പക്ഷമാണ് അന്ന് വിജയിച്ചത്. പക്ഷേ ഇന്നെന്താണ് സ്ഥിതി? കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പായാലും, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും, ഇപ്പോൾ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും, ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ലീഗ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ എല്ലാ തന്ത്രങ്ങളും അടവ് നയങ്ങളും ഈ പാർട്ടി പ്രയോഗിച്ചു. ഇപ്പോഴും ലീഗ് വരാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് പിണറായി അടക്കമുള്ള നേതാക്കൾക്കുള്ളത്. പക്ഷേ UDF വിട്ട് കേരള കോൺഗ്രസ് മാണിയെപ്പോലെ വരാൻ അവർ തയ്യാറല്ല, അവരൊരുക്കമല്ല, അതുകൊണ്ട് വരുന്നില്ല. അപ്പോൾ ഇത്തരം
ചരിത്രപരമായ മണ്ടത്തരങ്ങൾ പല കാലത്തും CPM നടത്തിയിട്ടുണ്ട്.